ഇബ്രാഹിം വായിക്കുന്നത് നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാധികത്തിലും വലിയവൻ, യാഗങ്ങളെക്കാൾ വലിയവൻ. ഇന്ന് രാത്രി യാതൊരു കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത, ഊനമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അപ്പോൾ ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ളതും ആടുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേല് 430 വർഷം ഇസ്രായേലിൽ പ്രവാസികളായ അടിമകളായി മാറും. 215 വർഷമാണ് പീഡ. ഈ പീഡ നിമിത്തം നിലവിളിച്ചപ്പോൾ ദൈവം ഇവരെ ഉദ്ധരിക്കുവാൻ തിരുവള്ളമുണ്ടായി. ഉദാഹരണമായിട്ട് ദൈവം മോശയെ കണ്ടു. പ്രാരംഭത്തിൽ 9 ബാധ വിട്ടിട്ടും പറവോൽ വലിയ മാനസാന്തരം ഒന്നുമില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞ ഓരോ ബാധ കഴിയുമ്പോഴും പുള്ളി ഓരോ യോഗം നടത്തും. യോഗം കഴിയുമ്പോൾ ബാധ മാറും. ഉടനെ പറവോന്റെ ഹൃദയം അങ്ങനെ എഴുതിയേക്കുന്നത്. ഉടനെ പറവോന്റെ ഹൃദയം 6 സ്ഥലത്ത് കഠിനപ്പെടുത്തിയെന്നാണ്. അപ്പൊ ബാധ വരുമ്പോ യോഗം വെക്കും. യോഗം കഴിയുമ്പോ ബാധ മാറും. ഉടനെ പറവോന്റെ ഹൃദയം കഠിനപ്പെടും. പണ്ട് കവി പറഞ്ഞു, സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നീരതാർത്ഥം അറിയുന്ന ദുഷ്ടന്മാർ ക്ഷീരമുള്ളോരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൊതുകിന് ചോരയായിട്ടും. ഈ അകട്ടി ചുവട്ടി പശുവിന്റെ അകട്ടി പോയിരുന്നാലും പാല് സമ്പൂർണ്ണാഹാരമാണ്. ഒരൊറ്റ കൊതുകി എന്തിക്കായിരുന്നു സമ്പൂർണ്ണാഹാരം കുടിക്കാണ്. അതിനാ ചോര മതി. ചോര തന്നെ. എത്രയോ യോഗങ്ങൾ നമ്മൾ കൂടി, എത്രയോ പ്രസംഗങ്ങൾ കേട്ടു, എല്ലാ പാസ്റ്റർമാരുടെയും അച്ഛന്മാരുടെയും പ്രസംഗം കേട്ടു. എന്നിട്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കാൻ മനസ്സില്ലാത്തവരുണ്ട്. ചോര തന്നെ കൊതുകിനെ കമ്പത്. അപ്പൊ എത്ര കേട്ടിട്ടും രൂപാന്തരം വരുന്നില്ല. 9 ബാധ വിട്ടിട്ട് മാനസാന്തരമില്ല. ഇടയ്ക്കൊരു ബാധ തവള. ഇസ്രായേൽ ദേശത്ത് മുഴുവൻ തവളയെ കൊണ്ട് പുറത്തു വിട്ട് തോട്ടിന്, സമുദ്രത്തിന്, കുളത്തിന്, നദിയിലും കിടന്ന തവളയെല്ലാം കൂടെ കരക്കൂട്ടി കയറി ശല്യം. കൊട്ടാരത്തിൽ തവള, അട്ടിപ്പിൽ തവള, കലത്തിൽ തവള, പറവോന്റെ ബെഡ്റൂമിൽ വരെ തവള കയറിയാണ്. അങ്ങനെ പള്ളിയിറക്കകത്ത് കയറിയെന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ കിടക്കുന്ന കട്ടിലേക്ക് അവര് കിടക്കുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പൊ പള്ളിയിറക്കകത്ത് തവള കയറി. തവളയെ കൊണ്ട് പൊറുതി കുട്ടി. സിംഹാസനത്തിൽ തവള ഇരിക്കുമ്പോൾ കേട്ട് നമ്മളൊക്കെ ആത്മാവിലാണ് തവളയാണ്. ചെല്ലാണ്ടിരിക്കുമ്പോൾ റോഡിൽ നിന്നൊക്കെ തവളയാണ്. അപ്പൊ ഈ തവളയെ കൊണ്ട് കണ്ടമാനം പൊറുതി മുട്ടി. തവളയെ കൊണ്ട് പൊറുതി മുട്ടിക്കൊണ്ടേ പറവോ പറഞ്ഞു, നമുക്കൊരു യോഗം വെക്കണം. ആരെ വിളിക്കണം? മോശയെ വിളിക്കണം. ആരെ വിട്ട് മോശയോട് പറഞ്ഞു, ഈ കൈക്ക് രക്ഷിക്കപ്പെടുവാൻ മോശ കൊടുത്തത്. മോശ ആവലോട് ആർത്തിയോട് വന്ന് ചോദിച്ചു, വിളിപ്പിച്ച കാര്യം എന്താ? ഉടനെ പറവോ പറയാം, തവള മാറാൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ എല്ലായിടത്തും തവള മാറാനുള്ള പ്രാർത്ഥനയാണ്. വണ്ടി മേടിക്കാനും, വീട് വെക്കാനും, വസ്തു മേടിക്കണം, പെണ്ണിനെ കെട്ടിക്കണം, കല്യാണം നടക്കണം, സാധനം കൂട്ടി കിട്ടണം. ചെല്ലു പറയുന്നുണ്ട് അറബിയുടെ ഉള്ളത്തോട് ആഴമായി ഇടപെടണം. ചെല്ലു പറഞ്ഞ അറബിക്ക് സ്വസ്ഥത കൊടുക്കണം. പിന്നെ അവരെന്തേലും ദോഷം ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മളെല്ലാം ഇവിടെ സൗകര്യത്തോടിരിക്കുക. ഈ നാട്ടിലെ മനുഷ്യർ നല്ല മനുഷ്യരായതുകൊണ്ട് അത് വേണ്ടേ ഫേസ്ബുക്കിൽ ഇട്ടു. അല്ല, അവർ നല്ല മനുഷ്യരല്ലേ. നമുക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം തന്നു. ഇത്രയും പേർ ഒന്നിച്ച് വരുവാനിടയായി. നിങ്ങളുടെ മതാചരണങ്ങൾക്ക് മുഴുവനും ജോലി തരുന്നു. എന്നിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക, സ്വസ്ഥത കൊടുക്കുക. ദോഷമൊന്നും പ്രാർത്ഥിച്ചു വെച്ചേക്കരുത്. അവരെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ദേശത്ത് എന്ന് വാർത്താൽ ആ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നാശമൊപ്പിച്ചേക്ക് പോകരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ഭൗതിക വിഷയങ്ങൾക്കാണ്. എന്നാൽ ദൈവവചനം പഠിച്ചാൽ ആത്മിക വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിന് മഹത്വം. അപ്പൊ മോശ വന്ന് ചോദിച്ചു, എന്താ വിളിച്ച വിഷയം? ഉടനെ പറവ പറയാ, തവള മാറാൻ പ്രാർത്ഥിക്കാൻ. മോശ ഓർത്ത് തവളയാണ്, തവള പേരാണ്, പിന്നെ വന്നു പോയില്ലയോ. അപ്പൊ മോശ ചോദിച്ചു, തവള എപ്പോ പോണം? ടൈം പറയാൻ പറഞ്ഞു. അപ്പൊ പറവ പറഞ്ഞ ടൈം കൊണ്ട് വായിച്ച 8:18 മുതൽ ഒന്ന് വായിച്ചേ. മന്ത്രവാദികളും 8-ാം വാക്യം മുതൽ വായിച്ചേ. 8:8 മുതൽ. എന്നാറെ ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു. തവള എന്നെയും എന്റെ ജനത്തെയും വിട്ട് നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് നീങ്ങുമാറാകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പിൻ. അടുത്ത വാക്യം. എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. മോശ ഫറവോനോട്, തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ജനത്തിനും നിന്റെ ഭൃത്യന്മാർക്കും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം? ടൈം, സമയം പറയാൻ പറഞ്ഞു. ടൈം പറഞ്ഞപ്പം പറവോ പറഞ്ഞ സമയമല്ല, നാളെ എന്നവൻ പറഞ്ഞു. നാളെ. ശ്രദ്ധിച്ചേ, മോശ ചോദിച്ചു, ഈ തവള എപ്പോ പോകാൻ പ്രാർത്ഥിക്കണം? പറവോ പറയാം നാളെ. അപ്പൊ പിന്നെ ഇന്ന് എന്നാ പരിപാടി? ഇന്ന് തവളയുടെ കൂടെ
അതിലോ അതിന്റെ ന്യായമായ ആൻസർ. തവള എപ്പോ പോകണം? പുള്ളി പറയാം നാളെ പോയാൽ മതി. അപ്പൊ പിന്നെ ഇന്ന് തവളയുടെ കൂടെ. ഈ തവളയെന്നുള്ളത് വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ അശുദ്ധാത്മാവിന് നടലേ. തവളയെ പോലെ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടെന്ന. അത് കരഞ്ഞാലും പറവെന്നല്ലേ കരയുന്നത്? അങ്ങനെ തന്നെ കരയുന്നത്. കരയുമ്പോൾ പറവെന്നാണ്. എന്റെ ശബ്ദം പുറത്തുകൂടെ ഒട്ടുന്നുണ്ട്. ആറ്റ് കഴിയണ്ട, അങ്ങനെ തന്നെ. അപ്പൊ ഇത് കരയുന്നത് തന്നെ പറവെന്ന് പറഞ്ഞാൽ കരയുന്നത്. അപ്പോൾ ഈ തവള അശുദ്ധാത്മാവിന് നടല. പിശാചിന്റെ പിടിയിൽ കിടക്കുക യവനും ജനവും. അഭിഷിക്തനായ ദൈവദാസൻ എന്ന് ചോദിച്ചു, നിനക്ക് എപ്പോഴാ വിടുതൽ വേണ്ട? അവൻ പറയാം നാളെ മതി എന്ന്. ഇന്ന് രാത്രി അങ്ങനെ ആരും പറയരുത്. ഈ രാത്രി പറയാം എനിക്ക് ഇന്ന് രാത്രി വിടുതൽ ആവശ്യമാണ്, നാളെയല്ല. ബർത്തിമായിയോട് ചോദിച്ചു, ബർത്തിമായി നിനക്ക് ഞാൻ എന്തോ ചെയ്യണം? അവൻ പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര എനിക്കിപ്പോ കാണിച്ചു കിട്ടണം. നാളെയല്ല, ഇന്ന് രാത്രി രക്ഷാ ദിവസമാണ്. ഈ രാത്രി സുപ്രധാന കാലമാണ്. ദൈവം നമുക്ക് ഇന്ന് രാത്രി അവസരം തരിക. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാതൻ പത്തിടും കാത്തിരിൽ ശൂലേപിയാളെ. കാലത്തികവിൽ നമുക്ക് നിറഞ്ഞ അവസരം നഷ്ടപ്പെടുത്തി കളയുന്നു. പണ്ട് ഈ വണ്ട് തേൻ കുടിച്ചു ഇങ്ങനെ പോയി. അപ്പൊ ചെന്ന് കുടിച്ചൊരു പൂവിൽ കയറി തേൻ കുടിച്ചു മത് കുടിച്ചു മതോന്മത്തനായി മത്ത് പിടിച്ചു മയങ്ങി. അപ്പൊ താമരയുടെ എതിർ വന്നങ്ങ് ഭൂമി വണ്ടിനകത്തായി. അപ്പൊ കവി പണ്ട് പാടി, വ്യാപിപ്പോൾ ക്ഷണമൊടുങ്ങും പ്രകാശിച്ചിടും ദേവൻ, സൂര്യൻ ഉദിക്കും കമലം ചാരേവിരിഞ്ഞിടും, ഏവം മുട്ടിനകത്തിന്റെ നളി മനോരാജ്യം തുടർന്നിവിടെ ദൈവത്തിന്മാരറിഞ്ഞെന്നാണ്. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നാളെ യോഗം ഉണ്ടല്ലോ എന്ന്. നാളെ യോഗമുണ്ട്, നീ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? യോഗം നാളെ ഉണ്ട, ഞാനുണ്ടെന്ന് ആരറിഞ്ഞു? ഏത് സമയത്തും മരണം നമ്മെ പിടികൂടും. ഈ പണ്ടൊക്കെ മരിക്കാൻ ഒത്തിരി നാള് കിടക്കേണ്ടി വരും. ഇപ്പൊ അധികം കിടക്കണ്ട. പണ്ട് ഇങ്ങനെ വലിച്ചു കിടക്കും. നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് അങ്ങനെ ഉണ്ട്, അതിന് ചെള്ളയ്ക്കൊരു അനക്കവേ ഉള്ളൂ. മിക്കവാറും വെളുപ്പിക്കുമെന്ന് തോന്നുന്നു. നമ്മൾ പിറ്റേന്ന് ചെല്ലുമ്പോൾ പുള്ളി കുടിയേരിക്കഞ്ഞി കുടിച്ചോണ്ടിരിക്കും. പോകാൻ യാതൊരു താല്പര്യവുമില്ല. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ എന്ത് ചോദിക്കും? ഇന്ന് അതിന്റെ കാടിന്റെ പുറത്തേക്കൊരു നീരും ഒരു കുറുകുറുപ്പും ഇടയ്ക്കൊരു മുട്ടൽ. പഴയ ഭാഷയാ കുറുകുറുപ്പും, പിള്ളാട്ടെന്ന് പറയത്തില്ല. അപ്പൊ കുറുകുറുപ്പും മുട്ടലും മിക്കവാറും വെളുപ്പിക്കുകയായിരുന്നു. നമ്മുടെ പിറ്റേന്ന് ചെല്ലുമ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഒട്ടുപാല് പറിച്ചോണ്ടാണ് അവരുള്ളത് പോകുക. അപ്പൊ പണ്ട് പിന്നെ നമ്മൾ ഉപദേശമാരൊക്കെ ചെല്ലുമ്പോൾ വീട്ടുകാർ പറയും, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അത് ഞങ്ങൾക്കറിയാം ഞാൻ പ്രാർത്ഥിക്കണമെന്ന്. ഏൽപ്പിച്ച് പച്ചയ്ക്ക് പറയുന്നില്ലെന്നേ ഉള്ളു യാകാൻ പ്രാർത്ഥിക്കാൻ. നമുക്ക് പറയാം ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു. അപ്പൊ ഞങ്ങൾക്കറിയാം അതിന്റെ മട്ടം അനുസരിച്ച് ഞങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. പോകേണ്ട പുള്ളിയാണ് അന്ന് തന്നെ പോകും. അങ്ങനെയൊക്കെ വിട്ടിട്ടുണ്ട്, അതുകൊണ്ടായി പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ വ്യാപാരത്തിൽ വീട്ടിലെ നമ്മുടെ വിശ്വാസികളാണ്. ഞാൻ ചിലപ്പോ അമ്മയും മക്കളും കുഴഞ്ഞു കെട്ടപ്പ് തന്നെ എന്നോട് പറഞ്ഞു, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥന. ഞാൻ പറഞ്ഞു നാളെ രാവിലെ വരുമെന്ന് പറഞ്ഞു. ഞാൻ അടുക്കാറായപ്പോൾ ആൾ പോയി. പ്രാർത്ഥിച്ചു കൊല്ലാൻ നടക്കുകയല്ല, ദൈവഗതത്തിന് സ്തോത്രം പറയാതിരുന്നിട്ട് തന്നെ എടുക്കാൻ കൈ പിടിക്കുകയോ പിന്നെ വെള്ളം കുടിച്ചു പിടിക്കാന്നല്ലാതെ നേരത്തെ പോകും. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ആരാധിക്കുന്നവരെ, സ്തോത്രം ചെയ്യുന്നവരെ, സുഖിച്ചാട്ടവരെ ചെയ്യുന്നവർക്കെല്ലാം ദൈവം ആയുസ് കൊടുക്കട്ടെ. ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പണ്ടൊക്കെ മരണം ഒത്തിരി സമയം കിടക്കും, 6 ദിവസം കിടക്കും. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ചോദിക്കും ജോർജ് എങ്ങനെയാ മരിച്ചത്? അത് യോഗത്തിനിടെ വാ വിളിച്ചു, പിന്നെ കണ്ടൊക്കെ കയറി അടക്കിയായിരുന്നു. ആ വിളിച്ചടങ്ങിയിരുന്നു. പെട്ടെന്ന് ഇടപാട് ചെയ്തു. ഇല്ല പുള്ളി നമ്മുടെ പാപം എങ്ങനെ മരിച്ചത്? അത് യോഗത്തിനിടെ ഇക്കിൾ വിട്ടു, പിന്നെ മിണ്ടിട്ട്
ഏത് സമയത്തും മരണം പിടികൂടാം. ഇന്ന് രാത്രി ഇവ എന്നെ കേൾക്കുന്ന പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മരിക്കും. പക്ഷേ ദൈവമക്ക മരണത്തെ പറ്റി ഭയമില്ല. വീട്ടിൽ ഞാൻ ക്രിസ്തുവിനോട്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുക, നാളെ യോഗം ഉണ്ടെന്നോ? നാളെ യോഗമുണ്ട്, നമ്മളുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? അപ്പൊ കവിയുടെ ഭാവനയാ, രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങും. ഈ വണ്ടിനകത്ത് കയറി തേൻ കുടിച്ച് മത്ത് പിടിച്ച് മതോന്മത്തനായി ഭൂമം നടഞ്ഞപ്പോൾ വണ്ടകത്ത് ചിന്തിക്കുക, ഈ രാത്രി അങ്ങ് പെട്ടെന്ന് തരും. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങും, ഉഷസിന്നും പ്രകാശിച്ചിടും ദേവൻ. സൂര്യൻ ഉദിക്കും, ഈ കമലവും ചാലേ വിരിയും. ഏതായാലും വന്ന് പെട്ടുപോയി. ഇനിയിപ്പോ നാളെ നേരം വെളുക്കാതെ രക്ഷപ്പെടാനൊക്കെ തന്നെ. നാളെ നേരം വെളുക്കുമ്പോ സൂര്യഭഗവാൻ ഉദിക്കും. അപ്പൊ ഈ കമലം താമര ചാലി പതുക്കെ വിരിക്കും. അപ്പൊ ഇങ്ങനെ വിരിയപ്പോൾ എനിക്കൊന്ന് പറന്നു പോകാം. ഏവമൊട്ടിനകത്തിരുന്ന അളി വണ്ട് മനോരാജ്യം ഇങ്ങനെ പടുത്തുയർത്തി ദൈവത്തിന്റെ മനമാരറിഞ്ഞു. അർത്ഥം ഇത്രയുള്ളൂ. കാട്ടാന വന്ന് ആ താമര ആ താഴോട്ട് പറഞ്ഞു ആള്. അതുകൊണ്ട് ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയുന്നു. നാളെ ഒരു അവസരമോ സമയമോ കിട്ടുന്ന ആരറിഞ്ഞു? ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി ഏറ്റെടുക്കുന്നു. സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിൽ ഇറങ്ങുമെന്ന യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി രക്ഷിതാവായി ഏറ്റെടുക്കണം. ഞാൻ മിക്കപ്പോഴും പറയും, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട. സ്തോത്രം. ഹൃദയം കർത്താവിന് കൊടുക്കുക. ഞങ്ങളുടെ പാസ്റ്റർമാരൊക്കെ നല്ലതായിരുന്നാലും ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല. ഇനി ആരുണ്ട് കൈ പൊക്കാൻ, ഇനി ആരുണ്ട് കൈ പൊക്കാൻ ചോദിച്ച് ചൂപ്പാട് വരും. ആരും പൊക്കത്തുമില്ല, നേരിട്ട് നിർത്തുകയില്ല. നമുക്ക് പോവുകയും ചെയ്യണ്ട. അവസാനം പുറകെ ഇരുന്ന് കൈ പൊക്കും. ആ ഉയർത്തപ്പെട്ട കരത്തിനായി അത് കെട്ടിട്ടിരിക്കുന്നതായി യോഗത്തില്ല. എന്റെ ഒരു അഭിപ്രായം പറയാം, കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട, ഹൃദയം കർത്താവിന് കൊടുക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട. ഇരിക്കുന്ന ഇടത്ത് കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് പറ, യേശുവേ ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപം ഇന്ന് രാത്രി ക്ഷമിച്ച് അങ്ങയുടെ പൈതലാക്കി, മകനാക്കി, മകളാക്കി എന്നെ തീർക്കണമെന്ന് ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും, അവരെ യേശു രക്ഷിക്കും. തിരുവചനം പഠിപ്പിക്കുന്നത്, കർത്താവിന്റെ നാമത്തെ വിളിച്ചുപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഞാൻ ചെറുതായിട്ടൊന്ന് സാക്ഷി പറയാം. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. എന്റെ അമ്മയുടെ ജനനത്തിൽ വെച്ച് തന്നെ ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. ഞങ്ങൾ 3 കുട്ടികളാണ്. 3 ആൺകുട്ടികൾ, ഒരു മാംസകഷ്ണമാണ്. അപ്പോൾ വീട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പ്രസവിച്ചെങ്കിലും ആ പ്രസവം പൂർണ്ണമായി നടക്കാനിരുന്നത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർമാരെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് 1ൽ കൂടുതൽ കുട്ടികളുണ്ട്, അതുകൊണ്ട് ഒന്നേ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ എന്തോ വേണമെന്ന് ചോദിച്ചു. എന്റെ പിതാവിനോടും മാതാവിന്റെ മാതാപിതാക്കളോടും ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ സ്ത്രീ രക്ഷപ്പെടേണ്ട, കുട്ടികൾ മരിക്കുന്നെങ്കിൽ മരിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ ഡെലിവറി നടത്തി. 1975 ഓഗസ്റ്റ് മാസം 13-ാം തീയതി രാത്രിയിൽ 9:45 കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചു. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റു 2 കുട്ടികളെ പ്രസവിച്ചു. ഡോക്ടർമാർ വിധി എഴുതി, കുട്ടികൾ 3 മരിച്ചു വന്നു. പിന്നെ മാതാവിന് ബ്ലഡ് കൊടുക്കുവാൻ മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു. പിറ്റേ ദിവസം അധികാലത്ത് ഈ കുട്ടികളെ 3 മാതാവിന്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടിയെടുത്ത് മാറ്റി കിടത്തി. 2ാമത്തെ കുട്ടിയെടുത്ത് 3ാമത്തെ കുട്ടിയെടുത്തപ്പോൾ അതിന്റെ കാലൽപ്പം ചലിച്ചു. അവർക്ക് സംശയം തോന്നി അതിന് ജീവനുണ്ടെന്ന്. അവരോട് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, അതിലെ ഒരു കുട്ടിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞു. അവര് പറഞ്ഞില്ല സിസ്റ്ററെ, നിങ്ങളുടെ ഭയങ്കര തോന്നിയത് ജീവനില്ല, കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. അവര് വീണ്ടും എടുത്തപ്പോൾ അതിന് ജീവനുണ്ടെന്ന് മനസ്സിലായി. ഓടിച്ചെന്ന് ലേഡി ഡോക്ടറാ അവരെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് കുട്ടിയെ കാണിച്ചപ്പോൾ അതിന് ജീവനുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ക്ഷണത്തിൽ ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി വേണ്ട പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി. മറ്റ് 2 ആൺകുട്ടികളെ മാതാവിന്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്തു. 3ാമത്തെ കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഞാൻ മിക്കപ്പോഴും പറയും, ഇത്രയും പറഞ്ഞപ്പോൾ കുട്ടി ഏതാന്ന് പിടികിട്ടിക്കാണ്. പണ്ട് യോഗത്തിൽ പ്രസംഗിച്ച് യോഗം കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ആ കൊച്ചിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ സ്ഥലത്ത് ഇരിപ്പുണ്ട് അമ്മച്ചെന്ന് പറഞ്ഞു. അതാ ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അങ്ങനെ ജനനത്തിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം കൃപ നൽകി. ഞങ്ങൾ ഹൈന്ദവരായതുകൊണ്ടും അന്നത്തെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളും താല്പര്യമായതുകൊണ്ട് നേർച്ചകളും പൂജകളും ഒക്കെ കഴിച്ചാണ് വളർത്തിയത്. ഞാൻ ബാല്യപ്രായത്തിൽ അങ്ങനെ വളർന്നത്. എന്റെ അമ്മയുടെ വീട്ടിൽ ആൺകുട്ടികൾ വാഴത്തിൽ 5 സഹോദരന്മാരുണ്ടായിരുന്നു. അമ്മയ്ക്ക് 5 പേരും മരിച്ചു. ആൺകുട്ടികൾ ജീവിക്കുന്നു. ഒരു ശാപം ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ ആ ശാപം ദൈവം മാറ്റി. ഞാനിങ്ങനെ രക്ഷപ്പെട്ടത് കൊണ്ട് അന്നത്തെ വിശ്വാസം അനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. 1 ദിവസം പോലും ക്ഷേത്രത്തിൽ പോകാതിരിക്കുകയാണ് എന്റെ ചെറുപ്രായത്തിന്റെ ആഗ്രഹം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകണമായിരുന്ന ആഗ്രഹം. അമ്മയുടെ അമ്മാച്ചൻ അല്പം മന്ത്രവും പൂവൊക്കെ അറിയാവുന്നതുകൊണ്ട് ചില കാര്യമൊക്കെ അന്ന് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാറില്ല. അപ്പൊ ഞാൻ ആ നിലയിൽ പകുതിയോടെ തന്നെയാണ് വളർന്നു വന്നത്. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെ വേണ്ടി ക്ഷേത്രത്തിൽ പോകും.
ഞാൻ വിസ്തരിക്കുന്നില്ല. ഞാൻ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. ടൈഫോയിഡ് വന്ന് കൂടി ഹാർട്ടിന് പ്രയാസമായി. അടുത്തൊരു ഹോസ്പിറ്റലിൽ ചികിത്സയിൽ 14 ദിവസം കഴിഞ്ഞു. യാതൊരു സൗഖ്യവും കിട്ടിയില്ല. തുടർന്ന് ഞാൻ ഡോക്ടറോട് നിർബന്ധിച്ച് വീട്ടിലേക്ക് വിടണമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് നിർദ്ദേശങ്ങളൊക്കെ നൽകിയെങ്കിലും പിറ്റേ ദിവസം മുതൽ ക്ഷേത്രത്തിൽ പോകുന്നെങ്കിലും എനിക്ക് അസുഖത്തിന് യാതൊരു ഭേദമില്ല. ഓരോ ദിവസവും അസുഖം വഷളായി. വയറ് വീർക്കുക, നെച്ചിനകത്ത് കഠിനമായ വേദന, മരിച്ചു പോകുന്ന വല്ലാത്ത ഭീതി എന്നെ അലട്ടാൻ തുടങ്ങി. മരണഭീതി അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. എനിക്ക് മരിക്കാൻ പേടിയാണ്. കാരണം മരിക്കാൻ സ്വർഗത്തിൽ പോകുമെന്നറിയാം. അതുകൊണ്ട് പേടിയാണ്. ഇപ്പം പേടി ഉണ്ടെങ്കിൽ നല്ല പ്രത്യാശയാണ്. മരണത്തെ എല്ലാവർക്കും പേടിയാണ്. ചില ആൾക്കാർ പറയും എനിക്ക് അങ്ങോട്ടൊരു പേടി. ആ വിഷയം പറയണം എന്നാലറിയാം. പിന്നെ ഈ ഉളിയെല്ലാം കഴിക്കുന്നത് എനിക്കാണ് യാതൊരു നിങ്ങൾക്ക് ചെറിയ വേദന വരുമ്പോൾ എല്ലാവർക്കും മനുഷ്യന്റെ ഭയമുള്ളതാണ്. എന്നാൽ വലിയ മക്കൾക്ക് മരണഭീതി ഉണ്ടെങ്കിലും നമുക്കൊരു വലിയ പ്രത്യാശ ദൈവം തന്നിരിക്കുക. നാം കിട്ടിക്കഴിഞ്ഞാൽ യേശുവിനോട് കൂടെ. അന്ന് ഈ പ്രത്യാശ ഇല്ലാത്തത് കൊണ്ട് യോടെ വായിച്ചു. വളരെ സന്തോഷത്തോടെ വായിച്ചപ്പോൾ അമ്മ എന്നോട് സുവിശേഷം പറയാൻ തുടങ്ങി. പിന്നെ എന്നെ കൊണ്ട് വായിപ്പിക്കും. പിന്നെ ഞാൻ സുവിശേഷം പറയും. പിന്നെ അമ്മ എന്നെ കൊണ്ട് വായിപ്പിക്കും സുവിശേഷം. അപ്പൊ ഈ അമ്മയ്ക്ക് അറിയാവുന്നത് പോലെ യേശു ക്രിസ്തുവിനെ പറ്റിയും സുവിശേഷത്തെ പറ്റിയും സുവിശേഷത്താനുള്ള രക്ഷയെ പറ്റി അമ്മയ്ക്ക് അറിയാവുന്നത് പോലെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയെ വീക്ഷിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഇരുന്നോണ്ട് സംസാരിച്ച് അമ്മ നല്ല എഴുന്നേറ്റ് പയർ പോലെ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ 18 അധ്യായം നേരം വായിച്ചു. പുസ്തകം പഠിക്കും. പിശാചി പെട്ടെന്ന് പ്രവർത്തിച്ച് അങ്ങനെ പറയുന്നത് തെറ്റില്ല. ഞാൻ ഈ അമ്മയെ വീക്ഷിച്ചപ്പോൾ അമ്മ എഴുന്നേറ്റ് നല്ല ചടുലതയോടെ. അപ്പൊ ഞാൻ മടക്കി വെച്ച് ചോദിച്ചു, അമ്മ എവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കത്തോലിക്ക പള്ളിയിലാണോ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. യാക്കോബ പള്ളിയിലാണോ പോകുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു CSI പള്ളിയിലാണ്. പള്ളി ആകെ 3 ഉള്ളൂ. CSI പള്ളിയിലാണോ എന്ന് ചോദിച്ചു. അല്ല. ഞാനിപ്പോ പേടിച്ചു ചോദിച്ചു പെന്തിക്കോസിലാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അമ്മ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, മോനെ 6 മാസമായിട്ട് പെന്തിക്കോസിലാണ് പറഞ്ഞു. 6 മാസം. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. 6 മാസം പെന്തിക്കോസ് പോയ അമ്മച്ചിയുടെ കയ്യില് ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കിട്ടിയപ്പോൾ അന്നേരം സുവിശേഷം പറഞ്ഞു. 6, 16, 26, 36, 60 വർഷമായതുകൊണ്ട് ഇന്ന് വരെ സുവിശേഷം പോയിട്ടാണ്. ബാക്കി ഞാൻ പറയുന്നില്ല. പറയാൻ ഒത്തിരി പേരുണ്ട്. അപ്പൊ ഈ അമ്മ സുവിശേഷം പറഞ്ഞു. അപ്പൊ ഞാൻ പേടിച്ചു, ഭയപ്പെട്ട്. എന്റെ ചിന്ത ഞാൻ കാര്യം പെന്തിക്കോസിനാകുമെന്നുള്ള ഭയം. എനിക്ക് ഈ പെന്തിക്കോസ് വരുന്നതിന് മുന്നേ വലിയ തൃപ്തിയില്ല. നമുക്ക് മിക്കവാറും അങ്ങനെ ഈ ഭയമായി പോയി. പെന്തിക്കോസ് നമുക്ക് ഈ പെന്തിക്കോസുകാരെ പറ്റി പല ധാരണയാണ്. പ്രാർത്ഥിച്ച് ഇവര് പൈസ മേടിക്കും, കണ്ണടച്ച് ഫോട്ടോ. ഞാൻ നല്ലൊരു സ്ഥലത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും കണ്ണടക്കിയല്ല. പിന്നെ അതിന് ഫോട്ടോ വയ്ക്കും. തെറ്റിദ്ധാരണകളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്റെ ഭയം ഈ പെന്തിക്കോസിലാകുമെന്നുള്ള ഭയം ഉണ്ടായി. അതിന് വേറൊരു സംഭവം. ഞങ്ങളുടെ അടുത്തൊരു സഹോദരിയുണ്ട്, മറിയാം. ഇവിടെ ചേര് നാത്തുമുണ്ട്, മേഴ്സ്. മറിയാം പെന്തിക്കോസുകാരുടെ യോഗത്തിന് 1-2 യോഗത്തിന് പോയപ്പോൾ മേഴ്സ് പറഞ്ഞു, എടി പിന്നെ പെന്തിക്കോസുകാരുടെ യോഗത്തിന് പോകരുത്. അതിന് അവർ യോഗം കഴിയുമ്പോൾ കൂടോത്രം ചെയ്ത് ഈ കാപ്പി തരും. ഇവിടെ ഭാഷ കൂടോത്രം ചെയ്യാനാണ് പറഞ്ഞത്. കാപ്പി തരും. നമ്മൾ ഈ കാപ്പി കുടിച്ചാൽ നമ്മളും ഇതിനകത്താണ്. അപ്പൊ ഈ മറിയാമ്മ പറഞ്ഞു, ഇല്ല വെച്ചാൽ ഞാൻ നല്ല ബൈബിൾ ക്ലാസ്സാണ്, പുറകിൽ പോയിരുന്ന് കേട്ടേ ചിഞ്ഞ് പോരാന്ന് പറഞ്ഞു. സൂക്ഷിച്ചോടെ കാപ്പി കുടിക്കരുതെന്ന് പറഞ്ഞു. നാം പറഞ്ഞു വിട്ടു. മറിയാം ഏറ്റവും പുറകിൽ വന്ന് നേരത്തെ വന്നു. നമ്മുടെ ആൾക്കാർ താമസിച്ചാണല്ലോ വരുന്നത്. അപ്പൊ വന്ന് ഒടുവിൽ മറിയാം ഏറ്റവും ഫ്രണ്ടിലായി. നേരത്തെ പറഞ്ഞു മറിയാം ഏറ്റവും ഫ്രണ്ടിലാണ്. നമ്മൾ എടുക്കലാം. അപ്പൊ അങ്ങനെ വന്നിരുന്നു. യോഗമെല്ലാം തീർന്നപ്പോൾ അല്പസമയം മുൻപോട്ട് പോയെങ്കിലും കാപ്പി കൊണ്ട് കൊടുത്തപ്പോൾ നേരിച്ച് പറഞ്ഞത് മറിയാമ്മയുടെ ജോലിയിലുണ്ട്. കാപ്പി വേണ്ടാന്ന് പറഞ്ഞു. ഇല്ലില്ല സിസ്റ്റർ അല്പമെങ്കിലും കുടിക്കാൻ പറഞ്ഞു. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. കണ്ടമാനം നിർബന്ധിച്ചപ്പോൾ മറിയാമ്മ ഒരല്പം കുടിച്ചു. 1 വർഷം കഴിഞ്ഞ മറിയാമ്മ പെന്തിക്കോസിലായി. അവൻ മേടിച്ച് പറഞ്ഞു, നിന്നോട് അന്നേ പറഞ്ഞതായിട്ട് കാപ്പി കുടിച്ചതൊന്നും അല്ല, ദൈവം ആ സഹോദരിയെ കണ്ടതുകൊണ്ടാണ്. ഇതിനകത്ത് ആരും അബദ്ധപ്പെട്ട് വന്നതല്ല, അക്കിടി പറ്റി കയറിയതല്ല. ദൈവം നമ്മെ മുന്നേ. അപ്പൊ ഞാൻ ഈ ചിന്തകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ പോവാന്ന് പറഞ്ഞു. ഉടനെ അമ്മച്ചി പറഞ്ഞു, മോനെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണ്ട, എന്റെ വീട്ടിൽ പ്രാർത്ഥിച്ച കാര്യത്തിനകത്ത് ആക്കുവന്ന. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാൻ അമ്മച്ചിയെ പേടിച്ച് ഈ വീട് വിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ വേറൊരു സംഭവം, ഞാൻ ആ വീട്ടിൽ ചെന്നത് സുവിശേഷം അമ്മച്ചി പറഞ്ഞതല്ല. ഈ വീടിന് തൊട്ടടുത്ത വീട്ടിൽ ഒരു ദൈവദാസൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്റർ സൈമൺ. അദ്ദേഹം വന്ന് അസംബ്ലി സഭയോട് സൂക്ഷിക്കുക. അപ്പൊ ഇദ്ദേഹം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അമ്മച്ചിയെ പേടിച്ച് വീട് വിട്ടിങ്ങോട്ടിറങ്ങി. ഒരു ചെറിയ വഴിയാണ്. താഴെ മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. കരയ്ക്ക് മുഴുവൻ മുള്ളുള്ള കൈത.
ഒരു ചെറിയ വഴി, രണ്ടുപേർക്ക് കഷ്ടിച്ചു പോകാം. ഞാൻ ഇങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞ വഴിക്ക് മുമ്പായിട്ട് ദൈവദാസൻ വന്ന് നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ അമ്മച്ചിയെ മേടിച്ച് സ്പീഡിൽ വന്നപ്പോ ഇദ്ദേഹം കൊണ്ട് ഫ്രണ്ട് നിൽക്കുന്നു. എന്നെ കണ്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ഈ ഗുണപ്പെട്ടവന് ഗുണപ്പെടാത്തവരെ കാണുമ്പോൾ ഒരു ഊറിയ ചിരിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്നെ കണ്ട് ചിരിച്ചു. എനിക്ക് ചിരികളെ അർത്ഥം പിടികിട്ടി. ഇദ്ദേഹം മാറുന്ന ലക്ഷണമില്ല. ഞാൻ വളരെ പ്രയാസത്തിലായി. താഴെ വെള്ളം കൈത ഇദ്ദേഹം വന്നു. അപ്പൊ ഞാൻ ഓർത്ത് പുറകോട്ട് നടന്നാൽ വേറൊരു വഴി കൂടെ പോകാൻ നിർത്തി. ഞാൻ പുറകോട്ട് തിരിഞ്ഞപ്പോ ഈ അമ്മച്ചി വന്ന് പുറകെ നിൽക്കുക. ഞാൻ എങ്ങോട്ട് പോയെന്നറിയാൻ അമ്മ വന്ന് ഇതെല്ലാം ദൈവത്തിന്റെ തിരുനിർണയമാണ്. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതെല്ലാം കർത്താവ് അറിയുക. ഇന്ന് രാത്രി യോഗത്തിൽ കൊണ്ടുവന്നത് ദൈവത്തിന്റെ മുൻനിർണയത്തിൽപ്പെട്ട കാര്യമാണ്. അബദ്ധപ്പെട്ട് വന്നതല്ല, അഗ്നി പറ്റി വന്നതല്ല, ദൈവം നമ്മെ മുന്നമേ കണ്ടതുകൊണ്ടാണ്. ഞാൻ വല്ലാതെ വിഷമിക്കുന്ന കണ്ടി ദൈവദാസൻ പറഞ്ഞു, പൊയ്ക്കാട്ടെന്ന് പറഞ്ഞു, വഴി ഒതുങ്ങി തന്നേച്ച് ഞാൻ നടന്നു വന്നപ്പോ എനിക്കൊരു പുതിയ നിയമം തന്നേച്ച് പറഞ്ഞു, ഇത് വായിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കാം, യേശു സൗഖ്യം തരുമെന്ന് പറഞ്ഞു. ഞാനതുമായിട്ട് രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന് ചില ദിവസമൊക്കെ വായിച്ചെങ്കിലും മാറ്റമൊന്നും വന്നില്ല, വിസ്തരിക്കുന്നില്ല. ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ പെന്തിക്കോസ്തുകാരുടെ പിറ്റത്തെ യോഗം. ദൂരെ നിന്ന് ഞാൻ യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പം ഭയങ്കര നല്ല യോഗമാണ്. എല്ലാവരും ആത്മാവില്ലാതെ ഭയങ്കര ബഹളം, ചാട്ടവും ബഹളവും ഏതാണ്ടൊക്കെ പറയാം. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഇപ്പോഴും എനിക്കെല്ലാം പിടികിട്ടുന്നില്ല കേട്ടോ, എല്ലാം ഒന്നും പിടികിട്ടുന്നില്ല. അപ്പൊ അന്ന് എനിക്കൊന്നും പിടികിട്ടിയില്ല. ഞാൻ ദൂരെ ഈ മരത്തിന് മാറി ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത, ഇവര് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടും. ഞാനവിടെ മാറി നിൽക്കുക, ഇരുട്ടത്ത് ഒരു പൂവരശൻ മറഞ്ഞു. അപ്പം എന്റെ ഫാദർ കൽഷാപ്പിൽ ജോലി, ആ ഷാപ്പും ഒക്കെ പൂട്ടിയിട്ട് വരുന്ന ടൈം വീട്ടിൽ കയറണം. ഞാനിങ്ങനെ മറഞ്ഞു നിന്നപ്പം ചിന്ത, ഇവര് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. പെട്ടെന്ന് ഇങ്ങനെ മുൻപോട്ട് പോയില്ലെങ്കിൽ ആ യോഗ സ്ഥലത്ത് ഒരു പയ്യൻ എന്റെ സമീപം വന്നപ്പോൾ ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, മോനെ പാസ്റ്റോട് പറയണേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് കേട്ട മാത്രം ഇവ പുറമോട്ട് ഓടിച്ചെന്ന് സ്റ്റേജിൽ ദൈവദാസന്മാരിക്കുക. ഒരു പാസ്റ്റോട് പറഞ്ഞു, എന്റെ പേര് പറഞ്ഞു ചോദിച്ചു പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചെന്ന് പറഞ്ഞു. പാസ്റ്റർമാരില്ലേ വിടുമോ? ഒരു പാസ്റ്റർ എഴുന്നേറ്റു, ആ സഹോദരന് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ എന്നായിപ്പോയി. എങ്കിലും ഇവര് വിളിച്ചു. ഞാൻ അല്പം ആദ്യം അറച്ചും പഠിച്ചുമൊക്കെ നിന്നെങ്കിലും ഒടുവിൽ ഒട്ടും അമാന്തിക്കാതെ മുൻപോട്ട് നടന്നു എന്നോ. അന്ന് രാത്രി അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരെല്ലാം കൂടെ എന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. ആ രാത്രി യേശു സൗഖ്യമായ ഉദ്ദേശം അന്ന് രാത്രി ഒരു 11:45 രക്ഷിക്കപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം. അങ്ങനെയാണ് ഈ കൃപയിൽ വന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞതാ ഏറ്റവും വലിയ ഭാഗ്യം. ആ ആത്മരക്ഷയ്ക്ക് ഒറ്റ മാർഗമുള്ള കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ചകാഴ്ച കൊണ്ടോ, ആചാരങ്ങൾ കൊണ്ടോ, അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, കീഴ്വഴക്കം കൊണ്ടോ, മാമൂല് കൊണ്ടോ ആരും രക്ഷിക്കപ്പെടുകയില്ല. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ മാർഗം, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തരും രക്ഷയില്ല. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ വല്ലഭത്തമുള്ള യേശു ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഓടിച്ചെന്റെ വാക്കുകൾ നിർത്താം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ വിഷയം കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാണ്. ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാണ്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം അറക്കപ്പെട്ട കുഞ്ഞാണ്. അവൻ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ അസസ്സേലിന് നീട്ടുകീഴുന്ന യാടിനെ പറ്റി പഠിക്കുന്നു, വിസ്തരിക്കുന്നില്ല. ആ പുരോഹിതൻ ഈ ആടിന് ശേഷമുള്ള യാടിന്റെ കോലാട്ടുകൊറ്റന്റെ ശിരസിൽ 2 കയ്യും വെച്ച് ഇസ്രായേൽ മക്കളുടെ അക്രമങ്ങളും അനീതികളും പാപങ്ങളെല്ലാം ഈ ആടിന്റെ ശിരസിൽ ചുമത്തണം. തെളിവിൽ ഒരു വാക്യം 16:21 ലേവ്യ പെട്ടെന്ന് വായിച്ചേ. 16:21 അതിനുള്ള വാക്യം പെട്ടെന്ന്. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും, ഇസ്രായേൽ മക്കളുടെ മുഴുവൻ കുറ്റങ്ങളും, സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി. ശ്രദ്ധിക്കുക, താഴോട്ട് പഠിക്കുമ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ മുഴുവൻ പാപങ്ങളും, അക്രമങ്ങളും, അനീതികളും ഈ കോലാട്ടുകൊറ്റന്റെ ശിരസിലോട്ട് ചുമന്നതിനെ അയക്കുക. ശ്രദ്ധിക്കുക, ഉൽപ്പത്തി 22-ാം അധ്യായം വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാണ് ഇസ്ഹാക്ക്. പുറപ്പാട് പുസ്തകം 12 കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം അറക്കപ്പെട്ട കുഞ്ഞാണ്. ലേവ്യ പുസ്തകം 16 ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം അറക്കപ്പെട്ട ഒരു ആട്. എന്നാൽ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലെയാണ് വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രങ്ങൾക്ക് മാത്രമല്ല മുഴു ലോകത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാണ്. ഇന്ന് രാത്രി യേശു ക്രിസ്തു ഒരു മതത്തിന്റെ, ഒരു ഗ്രൂപ്പിന്റെ, ഒരു സംഘടനയുടെ മാത്രം
ദൈവമല്ല, മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഇന്ന് രാത്രി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ മുഴു ലോകത്തിന് വേണ്ടി അടക്കപ്പെട്ട യേശു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവൻ നമ്മെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞ്. കമ്പിവാണികം പോലെ പോകാം. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ അവന്റെ വിരുന്ന് സൽക്കാരം നടക്കും. നമുക്ക് ആ ഭാഗം അറിയാം. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചു. പെട്ടെന്ന് വീഞ്ഞു തീർന്നു. ആ കുശിനിയിൽ ബഹളമായി. അപ്പൊ ശുശ്രൂഷക്കാരെ അമ്മയോട് എന്ന് പറഞ്ഞു, അവൻ അവിടെ കൊണ്ട് അവനോട് പറയാൻ പറഞ്ഞു. നമ്മൾ ആ ഭാഗം വായിക്കുന്നത് യേശു തന്റെ അമ്മയോട് ആ യേശുവിന്റെ അടുക്കൽ അമ്മ വന്ന് പറയുകയാ, മകനെ വീഞ്ഞ് തീർന്നു പോയി. അതിന്റെ അർത്ഥം നീ വീഞ്ഞ് കൊടുക്കണമെന്ന്. ഞാനൊരു ഇത് പറയട്ടെ, ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഈ സംഭവം വരെ യേശു ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. കാരണം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നത് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭം. അപ്പൊ ആദ്യത്തെ അത്ഭുതം ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഇതിനു മുമ്പ് യേശു ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്യാത്ത ഒരാളിന്റെ അടുത്ത് വന്ന് പറയാ, വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞാൽ വീഞ്ഞ് കൊടുക്കണം. ആയുസിൽ അത്ഭുതം ചെയ്യാത്ത ആളോട് പറയണമെങ്കിൽ അവൻ ആരാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ എന്നെ ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് എന്നെ പറ്റി എന്തെങ്കിലും അറിവ് കിട്ടിക്കാണ്. എന്നേക്കാൾ നന്നായി പ്രസംഗിക്കുന്ന ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. എന്നിട്ടും എന്നെ പറ്റി എന്തോ അറിവ് കിട്ടിയത് കൊണ്ടായിരിക്കും വിളിച്ചത് എന്ന് പറഞ്ഞ പോലെ യേശു ക്രിസ്തു ഇതുവരാത്തവന്റെ അടുക്ക ചെന്നാ പറഞ്ഞ പേര് തന്ന കാരണം പറയാ, അവൻ ആരാണെന്ന് മറിയക്ക് നല്ലതുപോലെ. 2 വാക്യം തെളിവിന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും 51-ാം വാക്യവും കമ്പിവാണികം പോലെ നിർത്താൻ. 2:19, 2:51. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. 51-ാം വാക്യം കൂടെ വായിക്കാം. 51. നസറത്തിൽ വന്ന് പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ 19-ാം വാക്യത്തിലും 51-ാം വാക്യത്തിലും ഈ കാര്യങ്ങളെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് കാര്യം? 1, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറത്തിൽ വന്ന് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വന്ദനസ്വരം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ദൈവസന്നിധിക്കുന്ന ഗബ്രിയേല. ആ മറിയ പരിഭ്രമിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, പേടിക്കണ്ട, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകയാ. മറിയ പരിഭ്രമിച്ചെങ്കിലും മറുചോദ്യം ചോദിച്ചു മറിയ, പുരുഷനെ അറിയാൽ എങ്ങനെ സംഭവിക്കും? മറുപടി, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്നെ നടുവിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ 2 ശക്തികൾ സമ്മേളിക്കുമ്പോൾ നിന്റെ ഉദരത്തിൽ ഒരു പുരുഷ പറഞ്ഞ ഉരുവാകും. മത്തായി വായിക്കുന്നത്, അവൻ മാനവ ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. ആ കാര്യം മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചു. ഏത് കാര്യം? യേശു ക്രിസ്തു മാനവ ജനതയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നവൻ. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഓടിച്ചവസാനിപ്പിക്കാം. ദൂതൻ പറഞ്ഞതുപോലെ മറിയ ഗർഭവതിയായി. ആ പ്രസവകാലം തികഞ്ഞു. യേശു ക്രിസ്തുവിനെ പ്രസവിച്ചു. ഈ കാര്യത്തോടത്തിലൊന്നും അല്ല പ്രസവിച്ചത്. അതാണ് പറഞ്ഞ കൂടുതൽ ഇപ്പൊ ഇവിടെ മുറിക്കാത്ത ഉണ്ടാക്കി വെച്ചിട്ട് പമ്പിയിരിക്കുക. അവിടെ ഒന്നും അല്ല പ്രസവിച്ച സ്ഥലമൊക്കെ വേറെ സ്ഥലമാണ്. അതെവിടാന്ന് സമയം എന്നാ പറയാൻ കൺവെൻഷൻ പറയുകയല്ല. നല്ല സുഖത്തിലുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എവിടെയോ ഒരു സ്ഥലത്ത് പ്രസവിച്ചു. പിന്നെ എങ്ങനെ സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി. അപ്പോൾ ആട്ടടയന്മാർ ആടിനെ തീറ്റി വിശ്രമിച്ചെടുത്തത് ദൂതന്മാരുടെ ജ്ഞാനാരാമം. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് അവന്റെ സമാധാനം. ഈ ദൂതന്മാര് ഈ ജ്ഞാനാരാമം നടത്തി ആട്ടടയന്മാർ തൊടുന്നരേ വന്ന് കണ്ട് യേശുവിനെ കണ്ട് വീണ് മടങ്ങി അവരെ നമസ്കരിച്ചെന്ന. അമ്മ അടുത്ത് കിടക്കൊണ്ട് അമ്മയ്ക്ക് നമസ്കാരം ഒന്നും ഇല്ല. അവരെ നമസ്കാരിച്ചെന്ന്. അതായത് വിദ്വാൻമാരും അവണ്ണം വന്ന് പൊന്ന് 3 കുമ്പിരിക്കാൻ കാഴ്ച. ഇന്നാളൊരു വീട്ടിൽ പണ്ഡിത ശിരോമണി വലിയ പണ്ഡിതനാ, വേറൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, പൊന്നും 3 കാഴ്ച വെച്ചു കുന്തിരിക്കും. അതൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. പൊന്ന് കാഴ്ച വെച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഔഷധ പിതാവ് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള പ്രസവത്തിന് ചെലവൊക്കെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ദൈവം വിശ്വാസക്കാരൻ നേരത്തെ കൊണ്ട് കൊടുപ്പിച്ചതാണ്. പൊന്ന് ചെലവെല്ലാം കൊണ്ടതുകൊണ്ട് പരിഹരിക്കാം. പിന്നെ 3 അത് പ്രസവ രക്ഷയ്ക്ക് കൊടുത്തതാണ്. നാട്ടിലൊക്കെ അരിസ്റ്റോ ലേഖ്യോ കൊടുക്കും പോലെ പ്രസവ രക്ഷയ്ക്കാണ് പുള്ളി പച്ചയ്ക്ക് പറഞ്ഞതാണ്. 3 ഞാൻ മന്ദം വിട്ട് പോയി തിയോളജിയാണ്. പിന്നെ കുന്തിരിക്കം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കന്നുകാലിക്കുട്ടിലായതുകൊണ്ട് കൊതുകിന്റെ ശല്യം കണ്ടമാണ്. കൊതുകിന്റെ ശല്യം ഉണ്ടാകുന്ന ഔഷധ പിതാവിനെ കുത്തി ഊപ്പാട് വരുത്തി അതിന് ദൈവം കൊടുക്കപ്പെട്ടതാണ്.
പട്ടിയോടെ പൊന്നമൂല കുന്തിരിക്കാൻ കാഴ്ച വരുന്നു. അന്ന് മലർ നിന്നാടുകൾ പട്ടിയോടെ പൊന്നമൂല കുന്തിരിക്കാൻ കാഴ്ച വരുന്നു. ഉന്നതാധികാരമുള്ള സന്നമിച്ചു കോച്ചിട്ടും നിശങ്കമായി സിയോൻ മണവാളനെ ശ്രീ പരമതിയെ സിയോൻ മണവാളനെ. അപ്പോൾ ഏകദൈവന്മാര് വന്ന് കണ്ട് വീട് വണങ്ങി അവനെ നമസ്കരിച്ചു. അമ്മ അടുത്ത് കിടക്കൊണ്ട് അമ്മയ്ക്ക് ആരാധനയില്ല. ആരാധന അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? ആരാണ് ആരാധിക്കേണ്ടത്? വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങൾ ആരാധിക്കണം. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ബാക്കി ഭാഗം നാളെ പ്രസംഗിക്കാൻ കൃത്യം 10 കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ ജീവിക്കുന്ന ആകതിനാൽ ഞാനും എന്ന് ഞാനും എന്നേക്കും ജീവിക്കും തന്നെ ജീവിതത്തിൽ എനിക്കെല്ലാം എന്റെ സുഖത്തേ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷമല്ലോ തകർന്നയാകയാ കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷമല്ലോ തകർന്നയാകയാ. ഇനി തെല്ലും ഭയമില്ലേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികൾക്ക് വേണ്ടതായ നല്ല ദൈവത്തിന് നന്ദി പറയാം. ആരാധിപ്പാൻ യോഗ്യനായവൻ അർക്കപ്പെട്ട കുഞ്ഞാട്, നീ ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് രാത്രി ഇതേ കുഞ്ഞാടിനെ ആരാധിപ്പാൻ ലഭിക്കുന്ന വലിയ പദവിക്കായി എന്ന് പറയാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ തേടി വന്ന തമ്പുരാനിക്കായി എന്ന് പറയാം. ഒരു യോഗ്യതയും പറയുവാനാണ്. ഹല്ലേലൂയ. പാപങ്ങളുടെ പരിഹാരത്തിനായി കുണർക്കപ്പെട്ട കുഞ്ഞാട്, നീ ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് രാത്രി കേട്ട ദൈവത്തിന്റെ വചനം നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന ഈ കർത്താവിന് പകരമായി ഓർമ്മില്ല, ഒരു തുല്യം ചൊല്ലുവാൻ വേറൊന്നില്ല. ഹല്ലേലൂയ. അവനെ പോലെ ശക്തനായവൻ, ബലവാനായവൻ വേറൊന്നില്ല. വീടെടുത്ത മഹാകരുണയ്ക്കാന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി കണ്ട ഇവരെ ധ്യാനിച്ചുകൊണ്ട് ദിവസത്തുകൊണ്ടും 10 വർഷം കൂടി പ്രാർത്ഥിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധൻ നിത്യമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി വീണ്ടും നന്ദിയോട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്രമീകരിച്ച ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഇത്രയും ജനത്തെ ദൈവം കൂട്ടിവരുത്തതിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ മധ്യേ അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ഇന്ന് രാത്രികാലം അങ്ങയുടെ ആത്മാവിനാൽ ദൈവം കൂട്ടിവരുത്തിയുള്ള കർത്താവേ, ഹല്ലേലൂയ. അധികാരത്തിന്റെ അഭിഷേകത്തിന്റെ ദൂത് ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യേ പ്രസായിപ്പാൻ അങ്ങയുടെ ദാസനെ ദൈവം ശക്തീകരിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മരുഭൂമിയിൽ മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇന്ന് രാത്രികാലം ഞങ്ങളെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ ഇവിടെ ഉയർത്തുവാൻ എന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രത്യാശ ഇന്ന് രാത്രികാലം വർദ്ധിച്ച് ഞങ്ങളുടെ രക്ഷകനെ വീണ്ടും കാത്തിരിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. പ്രത്യാശ ലോക്കൽ ചർച്ചിലായിരിക്കുന്ന ആമേ ദൈവദാസനെ കുടുംബത്തെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെയായിരിക്കുന്ന മറ്റു ദൈവസഭയ്ക്കായി എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ കടന്നു സംബന്ധിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൈവദാസന്മാരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം പൊഴിച്ചും എല്ലാം പങ്കെടുക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രി കടന്നു വന്ന് യേശു സംബന്ധിച്ച എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുകയാണ്. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് സഹായിക്കുവാൻ ദൈവസഭ ഒരുക്കമാണ്. ഏതെങ്കിലും ചർച്ചിൽ ആരാധന പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് ആരാധിക്കുന്ന അവകാശമുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നിങ്ങൾക്ക് വേണ്ടി പഠനത്തിലുണ്ട്. നിങ്ങൾ നിശ്ചയമായും കോൺടാക്ട് ചെയ്യുവാൻ അവകാശമുണ്ട്. സഹോദരിമാർ ആഴ്ചയിലുണ്ട്. അവർക്ക് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ആരാധിക്കാൻ അവകാശം ലഭിക്കുന്നതായിരിക്കും. എല്ലാ ശനിയാഴ്ചയും രാത്രിയിൽ 6 തൊട്ട് 8 വരെ സൺഡേ സ്കൂളും 8 തൊട്ട് 10 വരെ ആരാധനയും ഈ ഹോളിൽ നടക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും 11 തൊട്ട് 12 വരെ ബൈബിൾ ക്ലാസ്സും 12 തൊട്ട് 3 വരെ ഫാസ്റ്റിംഗ് പ്രെയറും മജ്‌ലിസ് ഹോളിൽ നടക്കുന്നു. നിങ്ങൾക്ക് കടന്നു വന്ന് വിടാകുമാറാകട്ടെ. നാളെയും നമ്മുടെ യോഗം കൃത്യം 7:30 മണിക്ക് ആരംഭിക്കും. സമയം അധികം കൊടുത്താൽ നിവാസത്തിൽ സൂക്ഷിപ്പാകട്ടെ വഴിയാകും. ദയവ് ചെയ്ത് നാളത്തെ യോഗത്തിൽ നിങ്ങൾ കേട്ട ദൈവജന നിമിത്തമായിട്ട് നിങ്ങളിലേക്ക് കൂടെ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ചിലരെ കൂടെ കൂട്ടി വരുത്തിയാൽ